അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ടി എവിടെയാണോ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത്, എവിടെയാണോ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പാലക്കാട് എന്റെ ജില്ലയാണ്, എന്റെ നാടാണ്. വയനാട്ടിലെ വിഭിന്ന ക്യാമ്പില്, ലക്ഷ്യ ക്യാമ്പില് വളരെ ആവേശകരമായിട്ടുള്ള ഒരു നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ്. വളരെ ആവേശകരമായിട്ടുള്ള ക്യാമ്പായിരുന്നു. വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായി, പ്രൊആക്റ്റീവായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായി, പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള നയപരിപാടികളുമായിട്ടാണ് അത് സമാപിച്ചത്. അതിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട യോഗമാണ് ഇന്ന് പാലക്കാട് നടക്കുന്നത്. ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിജി വരുന്നുണ്ട്. ആ യോഗം ഇവിടെ നടക്കും. SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒക്കെ വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യും. പാലക്കാട് ജില്ലയിൽ 5 സീറ്റുകൾ ഉറപ്പാണെന്ന് പറയുന്നത്. പക്ഷെ തദ്ദേശത്തിലെ കണക്ക് നോക്കുമ്പോൾ അത്ര സാഹചര്യം കാണുന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാകാറുള്ളത്. പക്ഷെ ഇത്തവണ UDF-ന്റെ വലിയൊരു സർജ്, വലിയൊരു മുന്നേറ്റം ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം പൂർണ്ണമായിട്ടും പ്രതിഫലിച്ചിട്ടില്ല. അത് പൂർണ്ണമായും പ്രതിഫലിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടറിന്റെ ഒരു വേവ് ഉണ്ടാകാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പൂർണ്ണമായിട്ടും അതിന്റെ അർത്ഥത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൂടി വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണമായ തകർച്ച സംഭവിക്കും. ഐക്യജനാധിപത്യ മുന്നണിക്ക് ചരിത്രപരമായിട്ടുള്ള വിജയം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. അത് പാലക്കാട് ജില്ലയിലുണ്ടാകും. ഈ രാഷ്ട്രീയ മാറ്റത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഏത് സീറ്റിൽ മത്സരിക്കാൻ? ഞാൻ മാറിയത് തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഒരു പുതുമയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നൽകുന്ന ചുമതലകൾ ഏതായാലും നിർവഹിക്കും. സന്ദീപ് വാര്യരുടെ പേര് പാലക്കാട് സജീവമായി പരിഗണിക്കുന്നു നേതൃത്വം എന്ന് പറയുന്നു. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ടി എവിടെയാണോ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത്, എവിടെയാണോ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പാലക്കാട് എന്റെ ജില്ലയാണ്, എന്റെ നാടാണ്. പാലക്കാട് ഏത് മണ്ഡലമാണെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. കേരളത്തിൽ എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും. സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നത്? അല്ലെ, സുരേന്ദ്രൻ ഞാൻ എവിടെ മത്സരിക്കുന്നില്ല എന്ന് നോക്കി നടക്കുകയല്ലേ. ഈ പാലക്കാടാണെങ്കിൽ ഇത്തവണ പ്രശാന്ത് ശിവനും പോലുള്ള ആളുകളെ ഇറക്കിക്കൊണ്ട് പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് BJP മുന്നോട്ട്. അല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാറ്റ് വളരെ വ്യക്തമാണ്, ദിശ വളരെ വ്യക്തമാണ്. അത് സംസ്ഥാന ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ്. ആ ജനവിധി പൂർണ്ണമായും UDF-ന് അനുകൂലമാണ്. BJP-യുടെ വോട്ട് ഷെയർ വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. പാലക്കാടും അത് കണ്ടു. പാലക്കാട് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ BJP-ക്ക് വലിയ തിരിച്ചടിയാണ്. മുനിസിപ്പാലിറ്റിയിൽ 3 സീറ്റുകളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ BJP-ക്ക് നേരത്തെ ഉണ്ടായിരുന്ന മുൻതൂക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് വിവിധ നഗരസഭകളിൽ. അതൊക്കെ സ്വാഭാവികമായിട്ടും BJP-യുടെ നില ഇവിടെ കൂടുതൽ പുറകിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും BJP വലിയ തോതിൽ പരാജയപ്പെടും.